സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിച്ചതോടുകൂടി തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തും ചില വീടുകളിലൊക്കെ വെള്ളം കയറിയ അവസ്ഥയാണ്. വെള്ളക്കെട്ട് രൂക്ഷമായ അവസ്ഥയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മുട്ടത്തറയിലുള്ള ശ്രീപരാഗം വിനായക നഗറിലാണ്. ഇവിടെ മണക്കാട് മുതൽ അതുപോലെ തന്നെ മുക്കോല വരെയുള്ള മെയിൻ റോഡ് ഇവിടെ പോകുന്നുണ്ട്. ആ റോഡിൽ നിന്നുള്ള വെള്ളം ഇവിടെ താഴ്ന്ന പ്രദേശമായതുകൊണ്ട് തന്നെ വെള്ളം കയറുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ കാണാം. ഇതുപോലെ ഈ വീടിൻ്റെ അകത്ത് വരെ വെള്ളം കയറിയ അവസ്ഥയാണ്. നമുക്ക് വീടിൻ്റെ അകത്തേക്കൊന്ന് കയറി നോക്കാം. ഈ ഉപയോഗ സാധനങ്ങളൊക്കെ തന്നെ നശിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ഫ്രിഡ്ജ് അതുപോലെ തന്നെ ഫർണിച്ചറുകളൊക്കെ ഇവർ ഒരു കട്ടയിലൊക്കെ കയറ്റി വെച്ച അവസ്ഥയാണ്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു ദുസ്സഹം ഇവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നമുക്ക് ചേട്ടനോട് തന്നെ ഇവിടെ അഭിപ്രായം എന്താണ്. കുറേ വർഷങ്ങളായിട്ട് തന്നെ ഇതുപോലുള്ള ഒരു അവസ്ഥയുണ്ടായിരുന്നു. ചേട്ടാ എത്രത്തോളം ദുരിതം അനുഭവിക്കുന്നു? കുറേ വർഷങ്ങളായോ ഇതുപോലെ തന്നെ ഈ മഴ പെയ്യുമ്പോഴുള്ള ഇത്തരത്തിലുള്ള ഒരു ദുരിതം? ഒരു 10-15 വർഷം കൂടി ഇത് തന്നെ ഈ ദുരിതം. മഴ തുടങ്ങുമ്പോൾ തന്നെ ഈ പ്രശ്നമുണ്ട്. പക്ഷേ പണ്ടൊന്നും ഈ ഒരു പ്രശ്നമില്ലായിരുന്നു. ഇപ്പം മണക്കാടിൽ നിന്ന് മുക്കോലൊക്കെ ഭാഗത്തുള്ള വെള്ളം ഇത്ര ഇവിടെ സ്റ്റോർ ചെയ്യുകയും അത് കരിത്തോടിൽ ഓടിപ്പോകാൻ പറ്റാത്ത രീതിയിലാവുകയും അങ്ങനെയാണ് നമ്മളെ ഈ വിനായകനഗറിലോട്ട് ഈ വെള്ളം ഇങ്ങനെ ഫ്ലോ ആയിട്ട് വരുന്നത്. അങ്ങനെ വീടുകളിലെല്ലാം വെള്ളം കയറി. അപ്പോൾ ഇന്നലെ രാത്രി 2:30 മണിയായപ്പോഴാണ് വെള്ളം കയറി. അമ്മ വിളിച്ചപ്പോഴാണ്. അമ്മയ്ക്ക് സുഖമില്ലാത്തതാണ്. അമ്മ ചേട്ടൻ്റെ അവിടെയാണ് ഇരിക്കുന്നത്. വൈഫും മക്കളെല്ലാം ചേട്ടൻ്റെ അവിടെയാണ്. അപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ അധികൃതരടുത്ത് പല പ്രാവശ്യം പറഞ്ഞു ആ ഓട ഒന്ന് വലുതാക്കാൻ. പല പ്രാവശ്യം അവരെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർ ചെയ്തു തരാമെന്ന് പറയണമല്ലാതെ ഒന്നും നടക്കുന്നില്ല. പിന്നെ പണ്ടൊക്കെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞ് നമ്മൾ കരിത്തോട് 5 വർഷത്തിലൊരിക്കലെങ്കിലും ക്ലീൻ ചെയ്യുമായിരുന്നു. ഇപ്പോൾ അതുമില്ല. അപ്പം അത് നമ്മൾ അധികൃതർ അത് മനസ്സിലാക്കി മഴയോട് മുന്നോടിയായി അത് മനസ്സിലാക്കി അത് ചെയ്തു തന്നാൽ ഈ വെള്ളം ഓടിപ്പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ അതും ചെയ്യുന്നില്ല. പണിക്ക് പോകാനൊന്നും പറ്റാത്ത അവസ്ഥയാണ്. പണിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ വെള്ളം കയറുമ്പോൾ അന്നത്തെ ഒരു ദിവസമല്ല, ഇത് കഴിഞ്ഞിട്ട് ഇത് ക്ലീൻ ചെയ്യാനാണ് പാട്. ഇത് ഡ്രെയിനേജ് വെള്ളം എല്ലാം ഇതിങ്ങനെ കയറി കഴിഞ്ഞാൽ ഏകദേശം എത്രത്തോളം നിൽക്കും വെള്ളം? എത്ര ദിവസം നിൽക്കും? ഇതിപ്പം ഇത് ഇപ്പം ഒരു 3-4 മണിക്കൂറാകുമ്പോൾ ഇറങ്ങിപ്പോവും. പിന്നീട് അടുത്ത മഴ വരാൻ പിന്നീടും കയറും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതിയ വീടുകളൊക്കെ പൊക്കി വയ്ക്കുമ്പോൾ അത് വെള്ളം അത്രയും കയറത്തില്ല. ഇത് പഴയ വീടാകുമ്പോൾ നമുക്ക് ടപ്പന് ഒരു വീട് വയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അതിനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ വയ്ക്കും. ഏതായാലും മഴ സംസ്ഥാനത്ത് ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇടവിട്ട് ഉള്ള മഴയല്ലാതെ ഇപ്പോൾ ദിവസേന പെയ്യുന്ന മഴ ഇവർക്ക് വളരെയധികം ദുരിതം വിതയ്ക്കുന്നുണ്ട്. ഏകദേശം 45ഓളം വീടുകളിലും ഈ ഭാഗത്തുള്ള 45ഓളം വീടുകളിലും ഇത് തന്നെയാണ് അവസ്ഥ. 48 വീടുകളുണ്ട്. 15ഓളം വീടുകളിൽ പൂർണ്ണമായി വെള്ളം കയറിയ അവസ്ഥയാണ്. ബാക്കിയുള്ള വീടുകളൊക്കെ ഇപ്പോൾ പുതിയ രീതിയിൽ നിർമ്മിച്ചത് കൊണ്ട് തന്നെ കുറച്ച് ഈ താഴ്ന്ന പ്രദേശമായതുകൊണ്ട് പൊക്കി നിർമ്മിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ളൊരു വെള്ളം പുതിയതായി നിർമ്മിച്ച വീടുകൾ കയറിയിട്ടില്ല. ഏകദേശം പഴയ രീതിയിലുള്ള വീടിൽ ഇപ്പോൾ 15ഓളം വീടുകൾ ഇപ്പോൾ വെള്ളം കയറിയ അവസ്ഥയാണ്. ഏതായാലും സംസ്ഥാനത്ത് നല്ല രീതിയിൽ ഇനി മഴ ശക്തി പ്രാപിക്കുകയാണ്. റെഡ് അലർട്ട് ഒക്കെ പ്രഖ്യാപിക്കുന്ന അവസ്ഥയാണ്. ഏതായാലും ഇവരുടെ ഒരു സാഹചര്യം വളരെയധികം ദയനീയമാണ്. അതുപോലെ തന്നെ ഈ വാട്ടർ അതോറിറ്റി ഈ അധികാരികളൊക്കെ തന്നെ ഈ ഒരു ഓടയിലൂടെ ഉള്ള പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഇവരുടെ ഏറ്റവും വലിയ ആവശ്യം. കാരണം വർഷങ്ങളോളമായി ഇവർ ഈ ഒരു പ്രതിസന്ധി നേരിടുന്നു. പല കാര്യങ്ങൾ അധികാരികളെ ധരിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിലൊന്നും തന്നെ ശരിയാക്കി തരാമെന്നുള്ള ഒരു വാഗ്ദാനമല്ലാതെ ഇതുവരെയുള്ള ഒരു പരിഹാരവും ഇവർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും വളരെയധികം കൊച്ചുമക്കളും അതുപോലെ തന്നെ സ്ത്രീകളും ഒക്കെ ഉൾപ്പെടുന്ന കുടുംബമാണ്. അവരെയൊക്കെ ഈ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അടുത്തുള്ള വീടുകളിലോ ഉയർന്നു നിൽക്കുന്ന വീടുകളിലോ ഒക്കെ മാറ്റി പാർപ്പിക്കേണ്ട സാഹചര്യം നിലവിൽ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ, കിടപ്പാടം, അങ്ങനെയുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നമുക്കറിയാം ഇനി സംസ്ഥാനത്ത് മഴ ശക്തമാവുമെന്നുള്ള കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ഇടിമിന്നലും അതുപോലെ തന്നെ മലവെള്ളപ്പാച്ചിലും ഒക്കെയുള്ള ഒരു അവസ്ഥയാണ്. എന്തായാലും ഇവിടെ മഴ ശക്തമാവുന്നതോടുകൂടി ഇനി ഇവർ നിരന്തരം ചോരാതെ നിൽക്കുന്ന ഈ മഴയിൽ ഇനി എന്തു ചെയ്യും? കാരണം 3 മണിക്കൂറൊക്കെ ഇടവിട്ട് ഈ വെള്ളം ഇറങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ തുടർച്ചയായി പെയ്യുന്ന മഴയിൽ ഈ വെള്ളം ഇറങ്ങിപ്പോകാനുള്ളൊരു സാഹചര്യം നിലവിലുണ്ടാവില്ല. അതുപോലെ തന്നെ അധികാരികൾ എല്ലാം ഇതൊന്ന് കണ്ട് മനസ്സിലാക്കണമെന്നാണ് നാട്ടുകാരും അതുപോലെ തന്നെ വീട്ടുകാരും ഒക്കെ പറയുന്നത്.